ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. 76ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ദേശീയ പതാക ഉയർത്തി. ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു. വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രൗഢമായ പരേഡ് നടന്നു. പരേഡിൽ ഗവർണർ അഭിവാദ്യം സ്വീകരിച്ചു. തുടർന്ന് വ്യോമസേന ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തി. റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് നിയമസഭാംഗണത്തിൽ സ്പീക്കർ AN ഷംസീർ ദേശീയ പതാക ഉയർത്തുകയും വാച്ച് ആൻഡ് വാർഡിന്റെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ BR അംബേദ്കർ, KR നാരായണൻ എന്നീ ദേശീയ നേതാക്കളുടെ പ്രതിമകളിൽ സ്പീക്കർ പുഷ്പാർച്ചന നടത്തി. ISROയ്ക്ക് കീഴിലുള്ള വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ഡയറക്ടറായി M മോഹൻ ചുമതലയേറ്റു. LPSC ഡയറക്ടറായിരുന്ന ഡോക്ടർ V നാരായണൻ ISRO ചെയർമാനായി നിയമിതനായ ഒഴിവിലാണ് M മോഹന്റെ നിയമനം. ആലപ്പുഴ മുല്ലയ്ക്കൽ സ്വദേശിയാണ് M മോഹൻ. പൊന്മുടിയിൽ നവീകരിച്ച റെസ്റ്റ് ഹൌസിന്റെയും കഫറ്റീരിയയുടെയും ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. പ്ലാൻ ഫണ്ടിൽ നിന്നും 78.18 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. ത്രിദിന ദുരന്ത നിവാരണ ദേശീയ ശില്പശാല തിരുവനന്തപുരത്ത് നടന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മുൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖലയിൽ ദേശീയതലത്തിൽ മികവ് പുലർത്തുന്നവർക്കായി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഏർപ്പെടുത്തിയ എക്സലൻസ് പുരസ്കാരം പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിന് ലഭിച്ചു. രാജ്യത്ത് തന്നെ ആദ്യ സംരംഭമായ വനിതാ സാറ്റലൈറ്റ് VSAT, 7 പേറ്റന്റുകൾ, റോബോട്ടിക്സ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ എന്നിവയിലെ കോളേജിന്റെ പ്രകടനം ദേശീയതലത്തിൽ മുൻനിരയിലെത്താൻ സഹായിച്ചു. ലോകകലകൾ ആസ്വദിക്കാൻ റാഗ് ബാഗ് മേളയിലൂടെ അരങ്ങൊരുക്കി കോവളം ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്. 5 ദിവസം നീണ്ടുനിന്ന റാഗ് ബാഗിന്റെ ആദ്യ പതിപ്പിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കലാരംഗത്ത് നടക്കുന്ന നവീനവും പരീക്ഷണാത്മകവും വൈവിധ്യമാർന്നതുമായ കലാവിഷ്കാരങ്ങളുടെ സമന്വയം ആസ്വാദകർക്ക് മുന്നിലെത്തി. 10 രാജ്യങ്ങളിൽ നിന്ന് 1 ഡസനോളം കലാസംഘങ്ങളിലായി 300-ലേറെ കലാകാരന്മാരും കലാകാരികളും മേളയിൽ പങ്കെടുത്തു. വിൽഡർനെസ് മെഡിസിൻ ത്രിദിന പരിശീലന പരിപാടി തിരുവനന്തപുരം തെന്മലയിൽ നടന്നു. കാട്ടിലകപ്പെട്ടാൽ എന്തു ചെയ്യണം എന്നറിയുന്നതിനു വേണ്ടി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ശാഖയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമർജൻസി മെഡിക്കൽ സർവീസസും സംയുക്തമായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ആരോഗ്യവകുപ്പും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിസും ചേർന്ന് തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര ഡയബറ്റിസ് കോൺക്ലേവ് സംഘടിപ്പിച്ചു. മന്ത്രി വീണ ജോർജ് കോൺക്ലേവ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പ്രമേഹവുമായി ബന്ധപ്പെട്ട് നിലവിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഇനി ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും ചർച്ച ചെയ്ത് രൂപരേഖ തയ്യാറാക്കാനാണ് അന്താരാഷ്ട്ര കോൺക്ലേവ് സംഘടിപ്പിച്ചത്. സമ്മതിദായക ദിനാഘോഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു. ആഘോഷത്തിന്റെ ഭാഗമായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ കാര്യാലയവും ചേർന്നൊരുക്കിയ ഫോട്ടോ പ്രദർശനവും ഉണ്ടായിരുന്നു. ക്ലൗഡ് ബേസ്ഡ് ഫയൽ ആർക്കൈവിംഗ് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനവും ഗവർണർ നിർവഹിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള ആദ്യത്തെ രാജ്യാന്തര കോൺക്ലേവ് തിരുവനന്തപുരത്ത് നടന്നു. മന്ത്രി KN ബാലഗോപാൽ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.